ഹായ് ഗായ്സ്, ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോസ് ഇടുന്നത് എൻ്റെ യൂട്യൂബ് ചാനൽ. കുറേ ആയി തുടങ്ങണം എന്ന് കരുതുന്നു, പക്ഷേ ടൈമായിട്ടില്ലായിരുന്നു ഒന്ന് തുടങ്ങാനുള്ള. അപ്പം ഇതാണ് കേട്ടോ ഗൈസ് നമ്മൾ പോകുന്ന ബസ്, D4. നല്ല അടിപൊളി ബസ്സാണ്, അതുപോലെ തന്നെ ഡ്രൈവർ അടിപൊളിയാണ്. നമുക്കൊരു ഫാമിലി ട്രിപ്പിന് കൊണ്ടുപോകാൻ പറ്റിയൊരു ഡ്രൈവറായിരുന്നു കേട്ടോ ഗൈസ്. കുറേ ആയില്ലേ പ്ലാൻ ചെയ്യുന്നു. അപ്പം ഞാൻ കരുതി ഈ ഫാമിലി ട്രിപ്പിൽ തന്നെ യൂട്യൂബിലെ ഒരു വീഡിയോ തുടങ്ങാമെന്ന്. ഞങ്ങളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. ഏർലി മോർണിംഗിന് വന്നു. നമ്മൾ ചുരം കയറുന്നതിന് മുന്നേ ഇപ്പം ബാത്റൂമിലൊക്കെ പോകാൻ ഫ്രഷപ്പ് ആവാൻ വേണ്ടിയിട്ട് കയറിയതാണ്. അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ബസ്സിൽ കയറി നമ്മൾ യാത്ര തിരിക്കുകയാണ്. എല്ലാവരും നല്ല വൈബ് മൂഡിലാണ്, എല്ലാവരും നല്ല ഡാൻസ് മൂഡിലൊക്കെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും പോകുന്നത് പോലെ തന്നെ പൂക്കോട് തടാകം. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് ഇതിൻ്റെ കസിൻസ് ഉണ്ട് ഗൈസ്. ഇത് എൻ്റെ അമ്മേൻ്റെയും മാമൻ്റെ ഒക്കെ മക്കളാണ് എല്ലാവരും. അങ്ങനെ അമ്മയുണ്ട്, അനിയനുണ്ട്, അച്ഛനുണ്ട്. എല്ലാവരും ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലിട്ട് കയറി ഇവരിൻ്റെ മുടിയിൽ കളിക്കുകയാണ്. ഞാനിപ്പോൾ ട്രിപ്പ് പോകുന്നതിൻ്റെ തലേ ദിവസമാണ് ഞാൻ ഹെയർ കട്ട് ചെയ്യുന്നത്. അപ്പം ഇവർക്ക് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പൂക്കോട് തടാകത്തിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റൊക്കെ എടുത്ത് കയറി. എല്ലാവരും പലരും പല വഴിക്കായിട്ട് പോയി. എനിക്ക് തോന്നുന്നു കുറവാണ് ഇത്തവണ. ഞങ്ങൾ ഇപ്പോൾ അതിന് മുന്നൊക്കെ പോയ സ്ഥിതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കാണാനൊന്നും ഇല്ല പൂക്കോട് തടാകത്തിൽ. ആകെ എനിക്ക് തോന്നുന്നു ബോട്ടിങ് മാത്രമേ ഉള്ളൂ, പിന്നെ കുറച്ച് പ്ലേ ഏരിയ ഉണ്ട് കുട്ടികൾക്കുള്ള, കുറവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഷോപ്പിങ്ങിനൊക്കെ ആയിട്ട് ഉള്ളിലേക്ക് കയറി. കുറവായ കാണാനധികം ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ അധികം നേരം സ്പെൻഡ് ചെയ്തില്ല, പുറത്തേക്ക് പോന്നു. എല്ലാവർക്കും വലിയ വൈബ് സെറ്റായില്ല ഉള്ളിൽ. അങ്ങനെ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും പുറത്തേക്ക് പോന്നു. നമ്മൾ പതുക്കെ വണ്ടി മൂവ് ചെയ്ത് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ എവിടെയാണെന്ന് വെച്ചാൽ ഹണി മ്യൂസിയമാണ്. ഹണി മ്യൂസിയത്തിലേക്കാണ് ഇനി പോകുന്നത്. ഈ കടന്നു വരുന്നതാണ് നമ്മുടെ ടൂറിൻ്റെ കോർഡിനേറ്റർ. വേറെ ആരുമല്ല, എൻ്റെ ചേച്ചീൻ്റെ ഹസ്ബൻഡാണ്. മൂപ്പരാണ് ട്രിപ്പ് എവിടേക്കാണ് പോകുന്നത് എന്നുള്ളതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് സെറ്റാക്കിയത്. എല്ലാവരും വണ്ടി കയറിയില്ലെന്ന് ചെക്ക് ചെയ്യാണ് ഗൈസ്. എല്ലാവരും കയറി. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോകാനുള്ള പ്ലാനിലാണ്. ഓരോരുത്തരായിട്ട് കയറിക്കൊണ്ടിരിക്കുന്നു. കുറേ ആൾക്കാർ കയറി. പിന്നെ നമ്മളിനി ഇവിടുന്ന് എല്ലാ വണ്ടി എടുത്ത് അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇതെല്ലാം രസമുണ്ടല്ലോ ഗൈസ്. മാമൻ്റെ കുട്ടിയാണ്, മോനാണ്. അപ്പോൾ ഇതൊക്കെ ഡാൻസും പാട്ടൊക്കെ ആയിട്ട് ഹണി മ്യൂസിയത്തിലെത്തി. ഹണി മ്യൂസിയത്തിൽ ഞാൻ വ്ളോഗ് എടുക്കുക എന്നുള്ളതിൽ ഇങ്ങനെ ഇറങ്ങിയതാണ്. പിന്നെ നമ്മൾ ഹണി മ്യൂസിയത്തിൽ കയറി. അപ്പോൾ എല്ലാവരും അവിടെ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു, എല്ലാവരും അങ്ങോട്ട് ഓടി. എൻ്റെ മുടി വെട്ടിയത് നല്ല രസമുണ്ടല്ലേ ഗൈസ് കാണാൻ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അങ്ങനെ ഞങ്ങൾ പ്ലേ ഗ്രൗണ്ടിലേക്കൊക്കെ ഓരോരുത്തർ പല വഴിക്ക്. ഇവിടെ ചെന്നപ്പോഴും പൂക്കോട്ട് തടാകത്ത് സെയിം അവസ്ഥയാണ്, പലതും പല വഴിക്ക് ഓടിപ്പോയി. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ അത്യാവശ്യം നമുക്ക് ഹണി മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ നമുക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരാനൊക്കെ കുറച്ച് ഏരിയ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ ഹണി മ്യൂസിയത്തിൻ്റെ ഉള്ളിൽ കയറി. ഇവിടെ അല്ലേ ഒരുപാട് തേനീച്ചകളുടെ സ്റ്റാച്ചു പോലത്തെ എന്താ സാധനങ്ങളൊക്കെ നമ്മളെ മുകളിലൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ സൈഡിലൊക്കെ തേനീച്ചകളുടെ പലതരം തേനീച്ചകളുടെ ഫോട്ടോ ഉണ്ട്, എങ്ങനെ പിടിക്കുന്നത്, അങ്ങനെ പലതും എഴുതി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. പിന്നെ ഇവിടെ ഒരു ആൾ രൂപം കണ്ടില്ല ഗൈസ്, അത് നമ്മൾ തേൻ പിടിക്കാൻ പോകുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡ്രസ്സൊക്കെ ധരിച്ചിട്ടാണോ തേൻ പിടിക്കുക. നല്ല ഡ്രസ്സല്ലേ ഗൈസ്. ഞാൻ അവിടുത്തെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങൾ ഇതൊക്കെ കണ്ട് നേരെ ഉള്ളിലോട്ട് കയറിയതാണ്. കുറിച്ച് പറഞ്ഞു തന്നു, തേൻ പിടിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു തന്നു. പിന്നെ തേനീച്ചകൾ എത്ര വിധം ഉണ്ടെന്ന് ഉള്ളിൽ പറഞ്ഞു തരാൻ ഒരാളുണ്ട്. പിന്നെ പലതരം തേനുകളുണ്ട് കേട്ടോ ഗൈസ് ഇതിൻ്റെ ഉള്ളിലും. ഒരുപാട് നാച്ചുറലായിട്ടായാലും പല രൂപത്തിലുള്ള തേനുകളാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തരാൻ അവിടെ ഒരാളുണ്ട്, നമുക്ക് ടേസ്റ്റ് ചെയ്യുകയും ചെയ്യാം. അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നമുക്ക് മരത്തോടുണ്ടാക്കിയ ഒരുപാട് നമ്മളെ കയ്യിലുകൾ, കിച്ചണിലേക്ക് ആവശ്യമുള്ള കുറേ സാധനങ്ങളുണ്ട് ഗൈസ് ഇവിടെ. അതുപോലെ നല്ല സ്മെല്ലിൻ്റെ കുറേ ഐറ്റംസുകൾ, പിന്നെ ഏലക്കായ, ഗ്രാമ്പൂ, അതുപോലെ പിന്നെ ഷോക്കേസിൽ വയ്ക്കാൻ പറ്റിയ കുറേ കാര്യങ്ങൾ, ചോക്ലേറ്റ്സ്, ടെഡി ബിയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ നമ്മളുടെ റിവ്യൂ ചോദിക്കാൻ അവിടെയുള്ള ആൾക്കാർ വരും. എനിക്ക് അത്ര വലിയ 5 സ്റ്റാർ ഒന്നും കൊടുക്കാൻ മാത്രമില്ല, കാരണം നിങ്ങളുടെ സ്റ്റാഫിനെ നമ്മളോട് അത്ര നല്ല രീതിയിലൊന്നും അല്ല സംസാരിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ അവരോട് സംസാരിച്ചു, കാര്യങ്ങൾ പറഞ്ഞു. എന്താ വെച്ചാൽ നമ്മൾക്ക് വന്ന അനുഭവങ്ങൾ ഇനി അത് ആവർത്തിക്കാതിരിക്കാനാണ് ഞാനത് പറഞ്ഞത്. കാരണം നമ്മളത് പറഞ്ഞു, ഇനി വേറെ അവിടെ വരുന്ന വിനോദസഞ്ചാരികളോട് അങ്ങനെ ആവർത്തിക്കാതിരിക്കാനാണ് ഞാനത് അവിടെ പറഞ്ഞത്. അത് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി.
ഞങ്ങൾ എല്ലാവരും കുറേ നേരം കളിച്ചു. അടുത്ത ഡെസ്റ്റിനേഷൻ ബാണാസുര ഡാമിലേക്കാണ് പോയത്. ഒന്നാമത് വെയിലുണ്ട് ഗൈസ്, നമുക്ക് നല്ല ക്ലൈമറ്റൊന്നും അല്ല കിട്ടിയത്. മഴേൻ്റെ ക്ലൈമറ്റൊന്നും കിട്ടിയില്ല, നല്ല വെയിലായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ കുറേ നടക്കാനുണ്ട് ഗൈസ് അവിടെ. എല്ലാവരും ഇങ്ങനെ നടന്നിങ്ങനെ ഓരോന്ന് കണ്ട് അത് ആസ്വദിക്കാം. അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് ഞങ്ങൾ നേരെ ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ പിടിക്കാനാണ്. അവിടുന്ന് നമ്മൾ ഇറങ്ങി നേരെ പോകുന്നത് നമ്മുടെ ബാംബു വില്ലേജില്ലേ അവിടേക്കാട്ടോ. അവിടെ നമ്മൾ ഒരുപാട് നേരം നിന്നു, ഒരുപാട് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തു. അവിടുന്ന് നേരെ റിസോർട്ടിലേക്കാട്ടോ പോകുന്നത്. റിസോർട്ടിൽ ഞങ്ങൾ അധികം വീഡിയോസൊന്നും റിസോർട്ടിൽ ഞാൻ എടുത്തിട്ടില്ല. അവിടെ ഫോറസ്റ്റിൻ്റെ ഉള്ളിലായതുകൊണ്ട് തന്നെ ടൈം പരിധി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങളധികം രാത്രിയത്തെ വീഡിയോസൊന്നും ഇല്ല. രാവിലെ ഞങ്ങൾ എണീറ്റ് ട്രെക്കിംഗ് ഉണ്ടായിരുന്നു. നമ്മളെ ഫോറസ്റ്റിലൂടെ നമുക്ക് അത്യാവശ്യം മൃഗങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ മൃഗങ്ങളൊക്കെ കാണാമെന്നുള്ള ഇതിൽ തന്നെ ഞങ്ങൾ രാവിലെ തന്നെ ഇറങ്ങി. ഏർലി മോർണിംഗ് 6 മണിയായപ്പം ഒരുപാട് മാനുകളൊക്കെ കണ്ടിട്ട് ഗൈസ്. നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നല്ല കോട മഞ്ഞൊക്കെ ആയിട്ട് കാടിൻ്റെ ഉള്ളിൽ കൂടെ ഞങ്ങളൊരു അരമണിക്കൂറോളം നമ്മൾ ട്രാവൽ ചെയ്തു. നല്ല മൃഗങ്ങൾ അത്യാവശ്യമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറച്ചൊക്കെ കണ്ടു. പിന്നെ നമ്മൾ തിരിച്ച് തന്നെ റൂമിലേക്ക് നടന്നു. ഇത് നമ്മുടെ റിസോർട്ടിൻ്റെ മുന്നിൽ നിന്നുള്ള വ്യൂ ആട്ടോ ഗൈസ്. ഞാനവിടെ ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു വ്യൂ കണ്ടപ്പോൾ. രാവിലത്തെ വ്യൂ ആണ് റിസോർട്ടിൻ്റെ മുന്നിലുള്ള, നല്ല രസമുണ്ട്. പിന്നെ ഞങ്ങൾ ബാക്കി വേഗം ഫ്രഷപ്പായി നമ്മളെ ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി നമ്മൾ തിരിച്ച് പോകാനുള്ള എല്ലാവരും റെഡിയായി വണ്ടി കയറി. കുറേ ആൾക്കാർ കുറച്ച് പോന്നപ്പോൾ തന്നെ നല്ല ഉറക്കത്തിലൊക്കെ ഗൈസ്. ചാടിക്കളിച്ച് തുള്ളി നടന്നവരൊക്കെ സൈഡായി. അത് കഴിഞ്ഞ് നമ്മൾ ഓരോ സ്ഥലത്ത് നിർത്തിയിട്ടാണ് പോകുന്നത് ഗൈസ്. അവിടുന്ന് ഓരോരുത്തരെ ഫോട്ടോ എടുക്കാനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തേയിലത്തോട്ടത്തിലൊക്കെ പോകാനുണ്ട്. അപ്പോൾ നമ്മൾ പതുക്കെ ഇങ്ങനെ നിർത്തി എല്ലാ സ്ഥലത്തും ഇറങ്ങി ഇങ്ങനെ കണ്ടിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഇതാണ് കോർഡിനേറ്റർ വൈഫ് ആരാണ്? ചേച്ചിയാണ്, മാമൻ്റെ മോളാണ് ഗൈസ്. ഓൾക്ക് ഓൻ്റെ അടുത്തേ ഇരിക്കാൻ പറ്റുള്ളൂ പറഞ്ഞാണ് ഓൻ്റെ അടുത്ത് പോയിരുന്നതാണ്. അത് കഴിഞ്ഞ് ഇത് കണ്ടില്ലേ, ഫുഡ് കഴിച്ചാണ്ട് ഇരിക്കുന്ന ആള്, നല്ല രസമുണ്ട്. പിന്നെ എല്ലാവരും എണീറ്റ് വൈബായിട്ടോ ഫുഡ് കഴിച്ചൊരു എനർജിയിൽ ഡാൻസ് കളിക്കുക എന്നുള്ളൊരിതിലായി. പിന്നെ എല്ലാവരും കുത്തിപ്പൊങ്ങി എണീറ്റ് ഡാൻസ് കളിച്ച് വണ്ടി നമ്മൾ ചുരം ഇറങ്ങാനാണ്. നമ്മൾ നാടുകാണി ചുരം വഴിയാണ് കൈസാർ വരുന്നത്. അപ്പോൾ വണ്ടി ചുരം ഇറങ്ങിക്കൊണ്ടിരിക്കുക. എല്ലാവരും പിന്നെ നാട്ടിലെത്താനുള്ളതായപ്പോൾ എല്ലാവരും ഇറങ്ങി. പിന്നെ നമ്മൾ നിലമ്പൂർ എത്തിയതിന് ശേഷം നമ്മളിവിടെ ഒരു പാർക്കിൽ പോയി ഗൈസ്. കുട്ടികൾക്കൊരു എൻ്റർടൈൻമെൻ്റ് ആയിക്കോട്ടെ വിചാരിച്ചിട്ട്. അവിടെ ഞങ്ങളാരും കയറിയില്ല. കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തുനിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ വണ്ടി കയറി തിരിച്ച് വീടെത്താനായപ്പോൾ പിന്നെ എല്ലാവർക്കും പറഞ്ഞു ട്രിപ്പ് കഴിയാനായി എന്നുള്ള വൈബിൽ എല്ലാവരും വൈബ് ആക്കി ഡാൻസ് കളിച്ച്. അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് ഗൈസ്. ഞാൻ ഇതുപോലെ നല്ല ഹാപ്പി മൊമെൻറ്റ്സ് ആയിട്ട് വരും. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എന്നോട് പൊറുക്കുക. അത് ഞങ്ങൾ പറഞ്ഞു കേട്ടോ ഡ്രൈവറോട്. നല്ല അടിപൊളിയായിരുന്നു. ഇനി ഞങ്ങൾ വേറെ ഏത് ഫാമിലി ട്രിപ്പായാലും ഞങ്ങൾ നിങ്ങളെ തന്നെ സജസ്റ്റ് ചെയ്യുള്ളൂ എന്ന് ഞങ്ങളും പറഞ്ഞു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരും നല്ല ഡാൻസൊക്കെ ആയി നല്ല വൈബിൽ യാത്ര തിരിച്ചു. വരുന്ന വഴിക്ക് നമ്മൾ തേയിലത്തോട്ടത്തിലൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നു.
നമ്മൾ തേയിലത്തോട്ടത്തിലൊക്കെ നിർത്തി അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ അങ്ങനെ പതുക്കെ കേട്ടോ പോകുന്നത് ഗൈസ്. നമ്മൾ ഓവർ സ്പീഡിലൊന്നുമല്ല പോകുന്നത്, പതുക്കെ പോന്നു. പിന്നെ നമ്മൾ വരുന്ന വഴി നിലമ്പൂരെത്തി. നിലമ്പൂരിൽ നിന്ന് ഒരു കുട്ടികളുടെ ഒരു പാർക്ക് ഇട്ടുണ്ടായിരുന്നു, അവിടെ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തു. അവിടെ കുട്ടികളൊക്കെ റൈഡിലൊക്കെ കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നമ്മൾ വൈകിട്ട് ഒരു 6:30 ഒക്കെ ആകുമ്പോൾ അവിടുന്ന് തിരിച്ച് നേരെ വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. രാത്രി നമ്മളൊരു 8:30-9 മണിയായപ്പോഴേക്കും നമ്മൾ വീട്ടിലെത്തി. എല്ലാവർക്കും ഭയങ്കര ട്രിപ്പ് അടിപൊളി എൻജോയ് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അടുത്ത ട്രിപ്പിൻ്റെ പ്ലാനിങ് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ ഇത് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ് ചാനലിലെ. കുറച്ചായി വീഡിയോ ഇടണം എന്നൊക്കെ ഇങ്ങനെ കരുതുന്നു, പക്ഷെ ഒന്നും കൊണ്ട് ഓരോരോ സമയത്തിൻ്റെതായിരിക്കാം, ഞാൻ കുറച്ച് തിരക്കിലൊക്കെ ആയപ്പോൾ ഇങ്ങനെ വിട്ടുപോയി. അപ്പം ഇനി ഇങ്ങനത്തെ ഓരോരോ വീഡിയോകളുമായിട്ട് ഇങ്ങനെ വരാം.